السلام عليكم ورحمة الله وبركاته. الحمد لله وحده، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവന്റെ വിധിവിലക്കുകളെയും സത്യമായി സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിലും അബറാറുകളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഒരു വചനമാണ് നാം ഫ്ലക്സിൽ കാണുന്ന ഒരു വചനം. ലാ യുസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലഹ അവ്വലഹ. ഒരു ഉമ്മത്തും, ഈ ഒരു ഉമ്മത്ത് നമ്മയാണ്, നാം നന്നാവുകയില്ല എപ്പോഴല്ലാതെ പൂർവികരെ പോലെ അവരുടെ പാത പിൻപറ്റിയിട്ടല്ലാതെ. ആരാണ് ആ പാത പിൻപറ്റേണ്ടത്? ആരെയാണ് പിൻപറ്റേണ്ടത്? അത് സലഫു സ്വാലിഹീങ്ങളെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സലഫികൾ അവർ പിൻപറ്റിയിട്ടുള്ളത്, ആ സ്വഹാബത്ത് പിൻപറ്റിയിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ അവരെ പിൻപറ്റാതെ, ആ സ്വഹാബത്തിനെ പിൻപറ്റാതെ ഒരിക്കലും അവസാന സമൂഹമായ നാം ഒരിക്കലും നന്നാവുകയില്ല. ഇതാവണ്ണം കൃത്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരെ പിൻപറ്റുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞൊരു കാര്യം, താങ്കൾക്ക് നൽകപ്പെട്ട വഹീയും താങ്കൾ പിൻപറ്റുക എന്നുള്ളതാണ്. സൂറത്ത് അൻആമിലെ 106-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, തബിഅ മാ ഊഹിയ ഇലൈക മിൻ റബ്ബിക ലാ ഇലാഹ ഇല്ലാ വഅരിദ് അനിൽ മുശ്രികീൻ. പ്രവാചക, താങ്കൾക്ക് വഹീ നൽകപ്പെട്ടത് താങ്കൾ പിൻപറ്റിട്ടുള്ളതാ, അത് താങ്കൾ റബ്ബിൽ നിന്നുള്ള ആരാധന തന്നെയില്ല. താങ്കൾ അനുസരിക്കേണ്ടതുണ്ട്. അപ്പൊ അവരുടെ വിശ്വാസം, ആചാരങ്ങളിൽ നിന്നും താങ്കൾ അകന്നു നിൽക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, നാം പിൻപറ്റേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ടിട്ടുള്ള ഖുർആൻ അടിസ്ഥാനപ്രദമാണ്
അതിനടിസ്ഥാനമായിട്ട് തന്നെയാണ് ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന് പിൻപറ്റുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തും ഉത്തമരാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരിയുടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്റെ ഉമ്മത്താണ് യഥാർത്ഥത്തിൽ ഖൈർ. സ്വഹാബത്തിനെ കുറിച്ചാണ്. പിന്നീട് അതിനു ശേഷം വന്ന ആളുകളാണ്, പിന്നീട് അവർക്ക് ശേഷം വന്ന ആളുകളാണ്. അപ്പൊ സ്വഹാബത്തിനെ ഖൈറു ഉമ്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുകയാണ്. അപ്പൊ ആ സ്വഹാബത്തിനെ അനുസരിക്കുക, അനുധാവനം ചെയ്യുക, പിന്തുടരുക, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇനി നാം മനസ്സിലാക്കേണ്ടത് അവരെങ്ങനെ പിൻപറ്റണം, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഉസൂലു ദഅവ എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് അനസ് മൗലയോട് ഇത് കൃത്യമായി പറഞ്ഞുകൊണ്ടത്, ഇതിന് കൃത്യമായി തുടർ പഠനം ഉണ്ടാകണം. ഉസൂലു ദഅവയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ 8, 7 അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഓരോ ശാഖകളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഓരോന്നും പഠിക്കേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളോട് പറയുന്നത്, ഇൻഷാ അല്ലാഹ് അനസ് മൗലവി എത്താൻ ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് എത്തും. അപ്പൊ അതിനു മുന്നേ ചെറിയൊരു ആമുഖം നൽകുക എന്നുള്ളതാണ്. ആ സ്വഹാബത്ത് കാണിച്ചു തന്ന പാത, ആ സലഫികൾ കാണിച്ചു തന്ന പാത എങ്ങനെ നാം പിൻപറ്റണം, ഇതൊരു ചോദ്യമല്ലേ. ഈ ചോദ്യം സ്വാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹയോട് ചോദ്യം ചോദിച്ചു. ആരെങ്കിലും അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചതാണ്, ആരെങ്കിലും എങ്ങനെയാണ് മനഹജ് സലഫിനെ പിൻപറ്റേണ്ടത്. അപ്പൊ അദ്ദേഹം നൽകിയ മറുപടിയാണ്, ആരെങ്കിലും അങ്ങനെ മനഹജ് സലഫിനെ പിൻപറ്റണമെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ടത് അതിൽ അതിൽ ഉറച്ചു നിൽക്കണം, സ്വഹാബത്തിന്റെ പാതയിൽ ഉറച്ചു നിൽക്കണം എന്നാണ്. മാത്രമല്ല ആ സ്വഹാബത്തിന്റെ പാതയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാണിച്ചുന്നത്, അതുപോലെ കാണിച്ചുന്ന സ്വഹാബത്തിന്റെ പാതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. മാത്രവുമല്ല അതാണ് വിജയത്തിന്റെ പാത എന്ന് സ്വാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഫത്വ നൽകുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, വലിയ വിഷയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞൊരു ആയത്ത് തുടർന്ന് അദ്ദേഹം ഓതി. സൂറത്ത് തൗബയിലെ 100-ാമത്തെ വചനമാണ്. സൂറത്ത് തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, والسابقون والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. എന്നിട്ട് സ്വഹാബത്തിനെ കുറിച്ച് നമുക്കറിയാം, ഇതിലെ ആയത്തിൽ വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിലൂടെ പറയാൻ, والسابقون الأولون من المهاجرين والأنصار, അൻസാറുകളിലും മുഹാജിറുകളുമായിട്ടുള്ള ആളുകൾ, ഒന്നാമതായി മുൻകടന്നു പോയ ആളുകൾ, والذين اتبعهم بإحسان, അവർ ഇഹ്സാൻ കൊണ്ട് പിൻപറ്റിയവരാണ്. എന്താണ് ഇഹ്സാൻ? അതോട് ചോദ്യമില്ലേ, എന്താണ് ഇഹ്സാൻ? നന്മ എന്ന് നമുക്ക് വേണമെങ്കിൽ ഭാഷാർത്ഥത്തിൽ പറയാം. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകിയൊരു വിശദീകരണമുണ്ട്. ആ ഒരു തഫ്സീർ കൊടുക്കുമ്പോൾ ഇമാം ഔസാഇ റഹിമഹുള്ളയുടെ വചനം കൂടി അദ്ദേഹം രേഖപ്പെടുത്തി. എന്തെന്ന് പറയോ, യുഖാലു ഖംസ കാന അലൈഹി അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വത്താബിഊന ബിഇഹ്സാൻ. 5 കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇഹ്സാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ച ആ വചനത്തിൽ 5 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നാണ്. 5 കാര്യങ്ങളുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വെറുതെ മനസ്സിലാക്കിയ എന്താണ്? ഇഹ്സാൻ, നന്മ കൊണ്ട് അവരെ പിൻപറ്റുക എന്നുള്ളതാണ്. 5 കാര്യങ്ങളുണ്ടെന്ന് പഠിച്ചു വെച്ചോളാം. ആ കാര്യങ്ങളിൽ ഒന്നാമതായി ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞത് ലുസൂമുൽ ജമാഅ, ജമാഅത്തിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു, ഒരിക്കലും വേർതിരിഞ്ഞു പോവില്ല, ഒരുമിച്ച് നിൽക്കുമായിരുന്നു എന്നാണ്. ഇത് നമുക്ക് പല പ്രശ്നങ്ങളാ, എന്നിട്ട് കുറ്റം പറയും. ജമാഅത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് കാരണങ്ങൾ ഒരുപാടാണ്, എന്നിട്ട് ദഅവത്തിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയാണ്.
അയാൾ എങ്ങനെയാണ്, അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ദഅവത്തിന്റെ മേഖലയിൽ ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ലുസൂമു ജമാഅ, ഇതിൽ ഒരുമിച്ച് നിൽക്കണം, അതിൽ എപ്പോഴും ഉറച്ചു നിൽക്കണം നമുക്ക്. രണ്ടാമതായി പറഞ്ഞു ഇത്തിബാഉ സുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് അല്ലെ. സ്വഹാബത്ത് ഇഹ്സാൻ കൊണ്ട് ഉദ്ദേശിച്ച ആ കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ വചനത്തെക്കുറിച്ച് സ്വഹാബത്തിന്റെ ഇഹ്സാൻ എന്താണ്? ഇത്തിബാഉ സുന്ന. രണ്ടാമത് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ അനുധാവനം ചെയ്യുക. മൂന്നാമത് പറഞ്ഞത് വഇമാറത്തുൽ മസ്ജിദ്. ശ്രദ്ധിച്ചു, പള്ളിയെ അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അല്ലെ. പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. സഹാബത്ത് അങ്ങനെയായിരുന്നു. കുഫ പള്ളി, മദീന പള്ളി, ഇവിടെയൊക്കെയും സഹാബത്ത് ഒരുപാട് പള്ളികൾ അതിന്റെ സ്ഥാനങ്ങൾ ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞത് ഇഹ്സാൻ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് പല അർത്ഥങ്ങളുണ്ട്. അതിൽ 5 കാര്യങ്ങളിൽ മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് പള്ളിയുടെ നേതൃസ്ഥാനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നമ്മളെല്ലാവരും പള്ളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പള്ളിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത്തിബാഉ സുന്നക്ക് നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? ദഅവത്തിലൊക്കെയും ജമാഅത്തിന്റെ കൂടെ തന്നെയാണോ? ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പള്ളിയുടെ ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് സ്വഹാബത്തിന്റെ മാതൃകയാണ് എന്ന് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. നാലാമത് വത്തിലാവത്തുൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണമാണ്. ആ ഖുർആനോട് ബന്ധം പുലർത്തുക, ഖുർആൻ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. അഞ്ചാമതായി പറഞ്ഞു വജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രബോധനമാണ്. ചില ആളുകള് പ്രബോധനം മാത്രമേ ഏറ്റെടുത്തിരിക്കുന്നത്, വേറെ പരിപാടി ഒന്നും ഉണ്ടാവില്ല. സഹോദരങ്ങൾ, നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ എല്ലാ മേഖലകളിലും നമ്മൾ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളൊരു ഉത്തരവാദിത്വം. ഇഹ്സാൻ എന്നുള്ളത് നാം സാധാരണ മനസ്സിലാക്കിയത് നന്മ കൊണ്ടാണെന്നാണെങ്കിൽ ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് മനസ്സിലാക്കി ഇത്തരത്തിൽ 5 കാര്യങ്ങളാണ്. ഖുർആൻ പാരായണം, ജിഹാദ് ചെയ്യുക, ദഅവത്ത് ചെയ്യുക, ജമാഅത്തിന്റെ കൂടെ നിൽക്കുക, അതേപോലെ തന്നെ പ്രവാചകന്റെ മാതൃക പിൻപറ്റുക, പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഈ കാര്യങ്ങളാണ് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് മനസ്സിലാക്കിയത്. അതാണ് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൃത്യമായി രേഖപ്പെടുത്തിയത്. നമുക്ക് അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മേഖലകൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് എത്രമേൽ പ്രവാചകൻ അനുസരിച്ചു എന്നറിയോ? സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രമേൽ അനുസരിച്ചു എന്നറിയോ? ഒരു ചെറിയൊരു കഥ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ദീർഘമായ ഒരു കഥയുണ്ട്. അതിലെ ചില ഭാഗങ്ങൾ ഇവിടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. ആ കഥ പറയുന്നത് ഒരു സ്വഹാബിയെ കുറിച്ചാണ്. സ്വഹാബിയെ നിങ്ങൾക്കറിയുമോ? സുബൈബ് ബിൻ അദി ബിൻ മാലിക് ബിൻ ആമിർ അൽ അൻസാരി അൽ ഔസി റളിയല്ലാഹു അൻഹു. എന്താ പറഞ്ഞത്? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തെ കുറിച്ചാണ്. അതിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധം കഴിഞ്ഞു. ബദർ യുദ്ധം കഴിഞ്ഞ് മദീനയിലിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു തോന്നലാണ്. കാരണം വിജയലാളിതരായി തിരിച്ചു വന്ന സ്വഹാബത്തിനെതിരെ ഇനിയും അക്രമങ്ങൾ ബഹുദൈവ വിശ്വാസികളായ മക്കക്കാർ മദീനക്കെതിരെ നടത്തുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാളുകളെ പറഞ്ഞു വിട്ടു. അതില് സുബൈബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ദഫിന റളിയല്ലാഹു അൻഹു, മറ്റൊരു ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അതിന് റജുലുൻ ആഖിർ എന്നാണ് ഹദീസിൽ കാണുന്നത്. എന്നിരുന്നാൽ ഈ 3 ആളുകൾ നേതൃസ്ഥാനം ഏറ്റെടുത്ത ആളുകളായിരുന്നു. സംഘം 10 ആളുകൾ ഉണ്ടായിരുന്നു. ഈ സംഘത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദിത്വം കൊടുത്തിരുന്നത് ആ ആളെ കൃത്യമായി നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ഇവരെ പറഞ്ഞയക്കാൻ, മക്കയിൽ എന്താ നടക്കുന്നറിയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരയച്ചു. ഒരു യാത്ര പുറപ്പെട്ടു. ഫദ്ഫദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയവർ. ഫദ്ഫദ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോ വിശ്രമത്തിനായി അവർ കുന്നിൻ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് ചില യാത്രകർ, മക്കക്കാർ അയച്ചുവിടുന്ന ചില സംഘങ്ങളുണ്ട്. കാരണം മക്കയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞുവിടും ഇടക്കിടക്ക്. അങ്ങനെ മക്കയിൽ നിന്ന് വന്നൊരു ആളുകൾക്ക് കാണുകയാണ് കാരക്കയുടെ കുരു. അവർക്ക് മനസ്സിലായി ഇത് മദീന ഭാഗങ്ങളിൽ കണ്ടുവരുന്ന കാരക്കയുടെ കുരുവാണ്. ആരോ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ 70ഓളം വരുന്ന അമ്പെയ്ത്തുകാർ
അവർ തയ്യാറായി ഫദ്ഫദ് എന്ന മേഖലകൾ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു മലയുടെ മുകളിലായി കുറച്ചാളുകൾ ഇരിക്കുന്നതായി ഇവർക്ക് മനസ്സിലാകുന്നത്. ഇവരമ്പെയ്തു. ശക്തമായ പോരാട്ടം. അവിടുന്ന് അവരെല്ലാവരും പ്രതിരോധിച്ചു. പക്ഷേ 7 ആളുകൾ മരണപ്പെട്ടു. ബാക്കി 3 പേരുണ്ടായിരുന്നു. ആ 3 ആളുകള് നമുക്കറിയാം, ഖുബൈബ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് സെയ്ദ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ആളും കൂടി ഉണ്ടായിരുന്നു. ഈ മൂന്നാമത്തെ ആളിനെ അവിടെ തന്നെ വധിക്കുന്നുണ്ട്. കാരണം എന്തറിയോ? ഇവരെ 3 പേരെയും അവർക്ക് അമ്പെയ്ത് വീഴ്ത്താൻ സാധിക്കുന്നില്ല. ഇവർ ഒളിച്ചു നിൽക്കുകയാണ്, മറഞ്ഞു നിൽക്കുകയാണ്. കാരണം ആയുധധാരികളാണ് നിലത്തുള്ളത്. അവർക്ക് മുകളിലോട്ട് കയറി വന്നാലും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അവർ ഒളിച്ചു നിൽക്കുന്നത് കൊണ്ട് അവരെ ആക്രമിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു സൈന്യം വന്ന ആ ആളുകൾ പറഞ്ഞു, നിങ്ങൾ താഴോട്ടിറങ്ങി വന്നാൽ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല, വെറുതെ വിടാം എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ താഴോട്ടിറങ്ങണം. പക്ഷേ ആ സന്ദർഭത്തിൽ വിസമ്മതിച്ച ഈ സ്വഹാബത്ത് പിന്നീട് ഇവർക്ക് വയ്യാതെ ഇറങ്ങേണ്ടി വന്നു. കാരണം രക്ഷയില്ല. താഴോട്ടിറങ്ങിയപ്പോഴാണ് അവരുടെ തനി സ്വഭാവം വീണ്ടും കാണിക്കാൻ. ഈ 3 ആളുകളുടെയും കൈകൾ കെട്ടി ബന്ധസ്ഥരാക്കി കെട്ടുമടക്കി അവർ നിലത്തേക്ക് ഇട്ടു എന്നുള്ളതാണ്. ഈ നിലത്ത് വീണ ഈ സ്വഹാബത്ത്, ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഇത് തന്നെയാണ് ഒന്നാമത്തെ വഞ്ചന എന്ന് പറയുകയും ആ സന്ദർഭത്തിൽ വല്ലാഹി ലാ അസ്ബഹക്കും, ഞാൻ നിങ്ങൾ ഒരിക്കലും ബന്ധം പുലർത്തുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ സന്ദർഭത്തിൽ ആ ശത്രു സൈന്യം അദ്ദേഹത്തെ വധിച്ചു കളയാൻ. ബാക്കി 2 പേർ, ഖുബൈബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു, ഇവർ 2 പേരെയും അവർ മക്കയിൽ കൊണ്ടുപോയി ചന്തയിൽ വിറ്റു എന്നാൽ ഇവരെ ഫൻതലഖു ബി ഖുബൈബിൻ വ സെയ്ദിൻ ഇബ്ൻ ദസിന ഹത്താ ബഅൂഹുമാ ബിമക്കത, മക്കയിൽ അവരെ വിറ്റു കളഞ്ഞു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയത് ആരെന്നറിയോ? ബനുൽ ഹാരിസിന്റെ ഗോത്ര ആളുകളായ മക്കളായിരുന്നു. ബനു ഹാരിസിന്റെ ഗോത്രക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. ഹാരിസിന്റെ മകനാണ് വാങ്ങിയത്. ആരെന്നറിയോ? ബനു ഹാരിസ് എന്ന് പറയുന്നത്. ഇയാളെയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കളത്തിൽ ആദ്യമായി വധിച്ചു കളഞ്ഞിട്ടുള്ളത്. സ്വന്തം വാപ്പയെ കൊന്നവനെ തന്നെ കിട്ടി, ബനു ഹാരിസിനെ. അവർ ആഘോഷിച്ചു, ആഹ്ലാദിച്ചു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ 2 കൈകളും കെട്ടിയിട്ട ചങ്ങലകളുമായി മക്കയിലേക്ക് കൊണ്ടുവരുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം ഇരുട്ടത്തിരുത്തി. ഈ ഹാരിസിന്റെ ഒരു മകൾ ഇസ്ലാം മതം സ്വീകരിച്ചു മക്ക ഫതഹിന്റെ അന്ന്. അവിടുന്ന് പറയുന്നുണ്ട് ഖുബൈബിന്റെ ഈമാനിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, ഈ ഹാരിസിന്റെ മകൾ പറയുകയാണ്, അഖ്ബർതുഹു അന്നഹും ഹീന ഇജ്തമഉ ഇസ്തിആറ മിൻഹാ മൂസ യസ്തഹിദ്ദു ബിഹാ ഫആറതുഹു ഫഅഖദ ബിനൻ ലി വഅന ഗാഫില ഹീന അതാഹു. അവിടുന്ന് പറയുകയാണ്, എന്റെ മകൻ മൂസ എന്റെ അശ്രദ്ധ വിട്ടിട്ട് ഇവൻ മുട്ടിലണിഞ്ഞ് ഖുബൈബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഇരുട്ടത്തിരിക്കുന്ന ആ റൂമിലേക്ക് എന്റെ മകൻ മുട്ടിലിഴഞ്ഞുകൊണ്ട് മൂസ കടന്നു ചെന്നു. ആ സന്ദർഭത്തിൽ ഖുബൈബിന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ തന്റെ ശരീരത്തിലെ രോമങ്ങൾ കളയാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി വന്നിരുന്ന ഒരു കത്തിയായിരുന്നു. അത് കല്ലുകൊണ്ടുള്ള കത്തിയായിരുന്നു. ആ കത്തിയും പിടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്റെ മകൻ മൂസ എന്റെ അശ്രദ്ധ വിട്ടിട്ട്, ഞാൻ ശ്രദ്ധിക്കാതിരുന്ന വേളയിൽ എന്റെ മകൻ മൂസ മുട്ടിലിഴഞ്ഞു ചെന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? ഫഅഖദ ഇബ്നൻ ലി വഅന ഗാഫില, ആ മൂസയെ, എന്റെ മകനെ ഖുബൈബ് റളിയല്ലാഹു അൻഹു മടിയിലിരുത്തി എന്നാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഖാലത്ത് ഫവജദ്തുഹു മുജ്ലിസിൻ അലാ ഫഖദിഹി വമൂസ ബിയദിഹി. ഞാൻ നോക്കുമ്പോ എന്റെ മകൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മടിയിലിരിക്കാൻ ഞാൻ ആകെ പേടിച്ചു പോയി. ഖുബൈബ് റളിയല്ലാഹു അൻഹു ഇത് കണ്ടു. ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനം ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തഖ്ശൈനാ നഖ്തുലഹു, പേടിച്ചുപോയോ ഞാൻ അവനെ കൊല്ലുമെന്ന്. ഇവിടുന്ന് പറയുകയാണ്, മാ കുൻതു ലി അഫ്അല ദാലിക് വല്ലാഹി മാ റഅയ്തു അസീറൻ ഖത്തജ ഖൈറൻ മിൻ ഖുബൈബ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ സ്ത്രീ പറയുകയാണ്, അല്ലാഹുവാണ് സത്യം,
ഇതുപോലെ ഒരാളെ ഞാൻ ദുനിയാവിൽ കണ്ടിട്ടില്ല എന്നാണ്. ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത്ര വേദനകൾ അനുഭവിച്ചെന്നറിയോ? ജ്യേഷ്ഠന്മാരെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായി. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും എന്റെ മകനെ ഉപദ്രവിക്കാൻ ആ ഒരു ഹുബൈബിന് തോന്നിയില്ല. അതുപോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഹാരിസിന്റെ മകൾ പറയുകയാണ്. പിന്നീട് ഹുബൈബ് റളിയല്ലാഹുവിനെ കുറിച്ചുകൊണ്ട് ഹാരിസിന്റെ മകൾ പറയുന്ന മറ്റൊരു വർത്തമാനം, വല്ലാഹി ലഖദ് വജദ്തുഹു യൗമൻ യഅകുലു മിൻ ഖിത്ഫിൽ ഇനബി ഫീ യദിഹി വഇന്നഹു ലമൂസഖുൻ ഫിൽ ഹദീദ്. ഞാൻ നോക്കുമ്പോ ആ സന്ദർഭത്തിൽ കിട്ടാത്ത മുന്തിരികൾ ഹുബൈബിന്റെ കയ്യിൽ ഞാൻ കണ്ടിരുന്നു എന്ന് ഹാരിസിന്റെ മകൾ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ലഭിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ്. എന്താ കാരണം എന്നറിയോ? ഈ ഹുബൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഇക്കാര്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ അറിയിച്ചു കൊടുക്കണേ എന്ന് ദുആ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി മക്കൾ തീരുമാനിച്ചു. മക്കയിലൂടെ വലിച്ചിഴച്ച ചങ്ങലകളുമായി ഒരു മരുഭൂമി പ്രദേശത്തേക്ക് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ വെച്ചുകൊണ്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ദറൂനി അഖ്തഅ റകഅതൈൻ. എന്നൊന്ന് വിടോ, 2 റക്അത്ത് നമസ്കരിക്കാനാണ്. എന്നൊന്ന് വിടോ, 2 റക്അത്ത് നമസ്കരിക്കാനാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവരെ വിട്ടു. ഫതറകഹു ഫറകഅ റകഅതൈൻ. അദ്ദേഹം 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറയാൻ, ലൗലാ അൻ തظുന്നു അന്നമാ ബി ജസഉൻ ലതവൽതുമാ അല്ലാഹുമ്മ അഹ്സിം അദദാ. അവിടെ വെച്ചൊരു പ്രാർത്ഥന നിർവഹിക്കാൻ, നിങ്ങളെങ്ങാനും വിചാരിക്കുകയാണ് എനിക്കിതിൽ നിന്ന് രക്ഷയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ നമസ്കാരം ദീർഘിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇല്ല. അല്ലാഹുമ്മ അഹ്സിം അദദാ. അല്ലാഹുവേ, ഇവരെ കണുകണുക്കമായി കണക്റ്റായി കറക്റ്റായി തന്നെ നീ ഇവരെ ശിക്ഷിക്കണേ അല്ലാ. എന്നിട്ടൊരു ഒരു കവിത അങ്ങോട്ട് പാടി. ആ കവിതയാണ് ഇന്നും ഹദീസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. നോക്ക് നിങ്ങൾ, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ആ ഒരു മരണത്തിന് വേള ഈ സന്ദർഭത്തിൽ പോലും അദ്ദേഹം പാടിയൊരു കവിതയുണ്ട്. മാ ഉബാലി ഹീന തുഖ്ബലു മുസ്ലിമാ വലാ യശഖിൻ കാന ലില്ലാഹി മസ്റഈ وذلك في ذات الله وإن يشاء يبارك على عصال شلو الممزع. അദ്ദേഹം പാടുകയാണ്, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാനൊരു മുസ്ലിമായിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ, ഞാനൊരു മുസ്ലിമായി കൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല, സന്തോഷമാണ്. വദാലിക ഫീ ദാത്തില്ലാഹ്, അത് അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. ആ കാര്യം കൊണ്ട് തന്നെ എനിക്കൊരു കുഴപ്പവുമില്ല, ഒരു പ്രയാസവുമില്ല. എന്റെ ഓരോ ശരീരങ്ങളും പിച്ച് ചീന്തിക്കൊണ്ട് കഷ്ണങ്ങളാക്കിയാലും അതിനോരോന്നിനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചാൽ ബർക്കത്ത് നൽകുന്നതാണ്. നോക്ക് നിങ്ങൾ, എനിക്കതുകൊണ്ടൊരു കുഴപ്പവുമില്ല. എന്നെ നിങ്ങൾ പിച്ച് ചീന്തിയാലും കഷ്ണമാക്കിയാലും ആ ഓരോ ശരീര പാർട്സിനു പോലും അല്ലാഹു തആല ബർക്കത്ത് ചൊരിയുന്നതാണ്. ഹുബൈബ് റളിയല്ലാഹു അൻഹു ആ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു വിവരം കിട്ടി വഹയിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഹുബൈബ് റളിയല്ലാഹു അൻഹു 2 സഹോദരങ്ങളുണ്ട് മദീനയിൽ, വിളിച്ചു. ഹുബൈബ് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, വധിക്കപ്പെട്ടിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. അവന്റെ മൃതശരീരം നിങ്ങൾ പോയി എന്ത് ചെയ്യണം? മറമാടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വിടുകയാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചരിത്രത്തിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളതും പിന്നീട് താബിഈകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യവും, ഏത് സന്ദർഭത്തിലും പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിനുള്ള തവക്കുൽ നിങ്ങൾ ഓരോരുത്തരും പിടിച്ചു നിൽക്കേണ്ടതുണ്ട്, ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അതാണ് ഇത്തിബാഉ സുന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടുള്ള ആ മാതൃക സ്വഹാബത്തിന്റെ മാതൃകയാണ്. ആ മാതൃക മനസ്സിലാക്കാതെ നമുക്കൊരിക്കലും വിജയം നേടാൻ സാധിക്കില്ല സഹോദരങ്ങളെ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബത്ത് ഇത് കൃത്യമായി അറിയിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്നും വിശദീകരിച്ചു. ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം,
ഇവിടെ വെച്ചുകൊണ്ട് ആ ഒരു ഫത് ഗോത്രക്കാര് ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് അവിടെ ഒരു യുദ്ധം ഉണ്ടായല്ലോ. അതിന്റെ മേഖലകളിൽ മരണപ്പെട്ടുപോയ സ്വഹാബത്തിനെ അവർ പീസ് കഷ്ടങ്ങളാക്കി മുറിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ നേതൃസ്ഥാനത്ത് നിന്നിരുന്ന ആ ഒരു ഭരണാധികാരികളായിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചതായ ആളുകളുടെ ശരീരവും പിച്ച് ചീന്താൻ അവർ തയ്യാറായപ്പോ ഒരു കൂട്ടം തേനീച്ചകൾ വന്നുകൊണ്ട് ആ സ്വഹാബത്തിനെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. ആ സ്വഹാബത്തിന്റെ ശരീരത്തെ, മൃതശരീരത്തെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തേനീച്ചകൾ കൊണ്ടുകൊണ്ട് സംരക്ഷിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിനും ഈമാനാണ് സ്വഹാബത്തിന്. ആ സ്വഹാബത്തിന്റെ പാത, ആ പാതയിൽ നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അതാണ് ഇത്തിബാഉ സുന്ന. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജു അല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറയാനുള്ള കാരണം അതാണ്. സ്വഹാബത്ത് അത് പിൻപറ്റാനുള്ള കാരണം അതാണ്. നമ്മളും അത് പിൻപറ്റേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ നമുക്കൊരു വിജയം നേടാൻ സാധിക്കില്ല. ഈ ഒരു ആയത്ത് നോക്ക് നിങ്ങൾ, സൂറത്ത് അഹ്സാബിൽ 21-ാമത്തെ ആയത്താൻ. ഈ ഒരു ആയത്തില് ഹാദിഹിൽ ആയത്തുൽ കരീമ നസ്റുൻ കബീറുൻ ഫി തഅസീബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഖ്വാലിഹി വഅഫ്ആലിഹി വഅഹ്വാലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി, സംസാരം, അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സന്ദർഭങ്ങളും, പ്രവാചകൻ ചെയ്ത തഹരീറുകൾ, തക്ലീലുകൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായി അനുധാവനം ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ആയത്ത് സൂചിപ്പിക്കുന്നതാണ്. അതാണ് പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തരവ് മാതൃകയുണ്ട്. ആ മാതൃക ഇഷ്ടപ്പെട്ടവരായിരുന്നു സ്വഹാബത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോ, മദീനയുടെ മണൽ ആ ഒരു പരപ്പിലൂടെ നടന്നു പോയപ്പോ പ്രവാചകന്റെ കാൽപാദം കണ്ടപ്പോ അതിന്റെ മുകളിൽ കാല് വെച്ച് നടന്നിരുന്നു എന്നാണ്. അത്രമേൽ പ്രവാചകൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ കണ്ടുപഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്മയിലേക്ക് പോകുന്നത്, നമ്മൾ തെറ്റിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകി എന്നുള്ളതാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? വകറഹ ഇലൈക്കുമുൽ കുഫ്ര, ഒന്ന് കുഫറാൻ, നിഷേധമാണ്. വൽ ഫുസൂഖ, തെമ്മാടിത്തമാണ്. മറ്റൊന്നത് ഇസ്യാനാണ്, നിഷേധമാണ്, അനുസരണക്കേട്. ഈ 3 കാര്യങ്ങൾ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ ആ പ്രവാചകനോട് എങ്ങനെയാണ് സഹോദരങ്ങൾ വിമുഖത കാണിക്കാൻ സാധിക്കുന്നത്? ആ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു പരസ്പരം സ്നേഹിച്ചിരുന്നത്? ആ സ്വഹാബത്തിന്റെ മാതൃകയിൽ നിന്ന് എങ്ങനെയാണ് നാം വിട്ടുനിൽക്കാൻ സാധിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ 3 കാര്യങ്ങൾ അല്ലാഹു തആല ഇട്ടു തന്നതാണ്. നിഷേധം, അല്ലെ? എന്ന് നിഷേധം എന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം ഇന്ന് ഓണാഘോഷം എതിർക്കുന്ന ആളുകള്, അല്ലെങ്കിൽ ബർത്ത്ഡേ എതിർക്കുന്ന ആളുകളൊക്കെ എന്താണത്? മുസ്ലിങ്ങള് ലോക തീവ്രവാദികളായി മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമില്ലേ, കുഫറിനെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഇട്ടു തന്നിരിക്കുന്നു. അത് വെറുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് കുഫർ എന്താണ്? ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായി? നമ്മൾ ഈമാനിൽ നിന്ന് പുറത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്തിന്റെ ദീനിൽ നിന്ന് നാം വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നാം സ്വീകരിക്കുന്നില്ല. ഫുസൂഖുകൾ, തെമ്മാടിത്തങ്ങൾ, അല്ലെ? ഒരുപാട് തെമ്മാടിത്തം ചെയ്ത് അത് ഒരു നന്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. 3-മതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വെറുപ്പ് അനുസരണക്കേടാണ്. അനുസരണക്കേട്, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാതിരിക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചൊരു കാര്യമാണ്. ആ കാര്യത്തിൽ നേരെ എതിരായിക്കൊണ്ടാണ് ഇന്ന് നാം ഓരോരുത്തരും നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഫറിനെ ഇഷ്ടപ്പെടുന്നു, തെമ്മാടത്തെ ഇഷ്ടപ്പെടുന്നു, ഇസ്യാൻ ചെയ്യാൻ, അത് കൃത്യമായി ചെയ്യാൻ, അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ഇന്ന് വെമ്പൽ കൊള്ളുകയാണ്. ഇന്ന് താല്പര്യം കാണിക്കാൻ, അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ പങ്കാളികളാകാൻ നമ്മൾ ഇന്ന് കൂട്ടുകാരെ വിളിക്കാൻ, ഓണാഘോഷത്തിന് എന്താ നീ വരാത്തെ, നീ എന്താ ഇന്ന് സെറ്റ് സാരി എടുക്കാത്തെ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നീ എന്തൊരു ഒരു മുടന്തനാണോ, അല്ലെങ്കിൽ നീ എന്തൊരു തീവ്ര മനോഭാവം ഉള്ളവനാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം.
ഇത് എവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുപ്പാക്കിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്ന് നന്മയായി കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നു. അതെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്? കൃത്യമായി സൂറത്ത് ആലു ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 31-ാമത്തെ വചനത്തിൽ പറഞ്ഞത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ يحبكم الله ويغفر لكم ذنوبكم والله പ്രവാചക പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളുക, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപം അവൻ ക്ഷമിച്ചു തരുന്നവനാണ്. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപം പൊറുക്കുന്നവനും കരുണയുള്ളവനുമാകുന്നു. അല്ലേ? അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹിനെ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യണം. സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്, അതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മൾ കാണിക്കേണ്ടത്? ഹസനുൽ ബസ്രി റഹിമഹുല്ലാ ഈ ഒരു ആയത്ത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞില്ലേ, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ ഫബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ. ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ അതാ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നു, പിന്നീട് അള്ളാഹുവിനെയും പിന്നീട് അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുന്നു എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു പരീക്ഷണമായി നൽകിയിരിക്കുകയാണ്. അല്ലെ? നമ്മൾ അള്ളാഹിന്റെ പ്രവാചകൻ എനിക്ക് ഇഷ്ടമാണ്, കേട്ടോ താടിയില്ല. അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇഷ്ടമാണ്, എന്നിട്ടോ നെരിയാണിക്ക് താഴെ വസ്ത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇഷ്ടമാണ്, എന്നിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മയായ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. എനിക്ക് വാപ്പ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ട്. എന്നറിയോ? വാപ്പാരോട് സംസാരിക്കുമ്പോൾ എന്താണ് തന്റെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചൂടായി സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ എങ്ങനെയാണ് വാപ്പയോട് സ്നേഹമാകുക? എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം പുലർത്തേണ്ടത്? പ്രവാചകനെ പിൻപറ്റുന്നതിലൂടെയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ ചില ആളുകൾ പറഞ്ഞതുപോലെ, ഹസനുൽ ബസ്രി റഹിമഹു പറഞ്ഞതുപോലെ ചില ആളുകൾ വാദിക്കുകയാണ്, അള്ളാഹ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഈ ആയത്ത് വബ്തലാഹുമുല്ലാഹു ബിഹാദിഹിൽ ആയ, ഈ ആയത്ത് കൊണ്ട് അല്ലാഹു തആല അവരെ പരീക്ഷിക്കുകയാണ്. അല്ലെ? ഈ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? നിങ്ങൾ അള്ളാഹിന്റെ പ്രവാചകനെ പിൻപറ്റണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. സഹാബത്ത് കരഞ്ഞ രംഗണ്ട്. എപ്പോഴെന്നറിയോ? മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കാൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മുആദ്, ഇന്ന കാര്യങ്ങളൊക്കെ നീ പറയണം ട്ടോ. എന്നിട്ട് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു, യാ മുആദ് ഇന്നക അസ അൻ ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബ്രി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുആദേ, അടുത്ത നീ തിരിച്ചു വരുമ്പോ ഒരു പക്ഷേ നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. എനിക്ക് നിന്നെ, അല്ലെങ്കിൽ നിനക്ക് എന്നെയും കാണാൻ കഴിയില്ല. കാരണം എന്താ? ഞാൻ മരണപ്പെട്ടു പോയേക്കാം. എന്നാൽ ഈ പള്ളിയും എന്റെ ഖബറും നിനക്ക് ഇവിടെ കാണാൻ കഴിയും. ഓർക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കണം എന്നുള്ളതാണ്. മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ സന്ദർഭമാണ്. മുആദ് റളിയല്ലാഹു അൻഹു കരച്ചിൽ കണ്ടിട്ട് സ്വഹാബത്ത് പോലും കരഞ്ഞിട്ടുണ്ട്. അത്രമേൽ സ്നേഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആ സ്വഹാബത്ത് എത്രമേൽ സ്നേഹിച്ചിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര പുറപ്പെടാൻ നിൽക്കുകയാണ് മക്കയിൽ നിന്ന്. ആ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന വേളയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ചിട്ടില്ല. എങ്ങനെ പോകണം, എപ്പോ പോകണം ഒന്നും കിട്ടിയിട്ടില്ല. ഈ രംഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, പുറപ്പെട്ടു കൊള്ളുക എന്ന്. അപ്പോ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുക്കലേക്ക് വന്ന് പറയുകയാണ്, അബൂബക്കർ, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് പോകാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സ്വന്തം മകള് പറയാണ്, എന്താ പറഞ്ഞത്? ഫറഅയ്തു അബൂബക്കറിൻ യബ്കി വമാ കുൻതു അഹ്സബു അന്ന റജുലൻ യബ്കി മിനൽ ഫറഹ്. സന്തോഷത്താൽ ഒരാൾ കരയുന്നതായി ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ഉപ്പയെയാണ്.
സന്തോഷത്താൽ കരയുന്ന ഒരാളെ ഞാൻ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ അതെന്റെ ഉപ്പയെയാണ്, അബൂബക്കറിനെയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത ആളുകൾ ഒരിക്കലും മുസ്ലിങ്ങളല്ല. അത് സ്നേഹിച്ചവരായിരുന്നു സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ പിൻപറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ അത്തീഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പറയണം, അത്തീഉല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും പിന്നീട് അവന്റെ പ്രവാചകനെയും താങ്കൾ അനുസരിച്ചു കൊള്ളുക എന്ന് പറയുക. ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അല്ലാഹു പറയാൻ, ഇതിൽ നിന്ന് വേദനിച്ചു കളഞ്ഞാൽ, ഇതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാൽ, ലാ യുഹിബ്ബുൽ കാഫിരീൻ, ആ നിഷേധികളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പോ അള്ളാഹുവിനെയും പിന്നീട് അവന്റെ പ്രവാചകനെയും ആ പ്രവാചക മാതൃകയും നിഷേധിക്കുന്നവൻ കാഫിറാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സൂറത്ത് ആല ഇംറാനിലെ 32-ാമത്തെ ആയത്താണ്. സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി ദഅവത്ത് ചെയ്യുന്ന, പ്രബോധനം ചെയ്യുന്ന സ്വഹാബത്തിന്റെ മാതൃക പിൻപറ്റേണ്ടതുണ്ട്. വലിയ പ്രയാസമാണ്. നാവൊക്കൊന്ന് നിയന്ത്രിക്കേണ്ടി വരും, മനസ്സിനൊക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടി വരും, ഒന്ന് മുഖം ചിരിച്ചു നടക്കേണ്ടി വരും, അഹങ്കാരമൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരും. നമ്മൾ വലിയ ഗർവ്വങ്ങളടക്കം നമുക്ക് ഇല്ല, ത്വാലിബുൽ ഇൽമാണ് നമ്മളൊക്കെ ത്വാലിബുൽ ഇൽമാണ്, അറിവ് നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അഹങ്കാരം കാണിക്കാൻ പാടില്ല. ആ രീതിയിൽ പ്രബോധനം ചെയ്ത് ജീവിതത്തെ നന്മയിലൂടെ പഠിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ അനുസരിക്കണം, നാം സ്വഹാബത്തിനെയും കൃത്യമായി അനുധാവനം ചെയ്യണം. അതാണ് സ്വാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, അതിൽ തമസ്സുക്കുണ്ടാകണം, മുറുകെ പിടിച്ചിരിക്കണം. ആ സ്വഹാബത്തിന്റെ മാതൃക മുറുകെ പിടിച്ചിരിക്കണം. മാത്രവുമല്ല, മൂന്നാമതായി ആ സ്വഹാബത്തിന്റെ മാതൃകയായി പറഞ്ഞത് ഇമാറത്തുൽ മസ്ജിദ്, പള്ളിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നു എന്നാണ്. പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരായിരുന്നു സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായി സൂറത്ത് തൗബയിൽ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇന്നമാ യഅ്മുറുൽ മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത്ത വആത സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ. അല്ലാഹു തആല 5 കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ കൃത്യമായി അല്ലാഹു തആല പറഞ്ഞ കാര്യം 5 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളികളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടപ്പെട്ട ആൾക്കാർ മൻ ഒരുവനാണ്, ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചവരാണവർ. അതെ, അല്ലാഹുവിനെ വിശ്വസിച്ചവരാകണം. അല്ല ജോസഫ് പണിന് പോകുന്ന ആൾക്കാരെ പിടിച്ച് പള്ളി പ്രസിഡന്റ് ആക്കാൻ പറ്റൂല. അല്ലാഹുവിലുള്ള വിശ്വാസമുള്ളവരാകണം. വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വാസമുള്ളവരാകണം. അല്ലെ, ആ ഒരു വിശ്വാസം പുലർത്തുന്നവരാകണോ നമ്മുടെ ഇന്നത്തെ പ്രസിഡന്റും സെക്രട്ടറിയും എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. അള്ളാഹുവിലും പിന്നെ പരലോകത്തും വിശ്വസിക്കുന്നവരാണോ ഇന്നത്തെ പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റ് എന്നൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. എന്താ കാരണം? പള്ളി പ്രസിഡന്റിന്റെ മോളാണ് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. പള്ളി പ്രസിഡന്റിന്റെ മോളെ കല്യാണം വലിയ ആർഭാടമായി നടക്കണ കാലഘട്ടം മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിലും പിന്നീട് പരലോകത്തും വിശ്വസിച്ചവരാണ്. മൂന്നാമത്തെ കാര്യം വഅഖാമസ്സലാ, നമസ്കാരം നിർത്തുന്നവരാണ്. അല്ലേ, നമസ്കാരം നിർത്തുന്നവരാണ്. നമ്മൾ പള്ളി പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല, എല്ലാ പ്രോഗ്രാമിൽ പോയി പ്രസിഡന്റ് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്താൽ മതി. അതാണ് ഉത്തരവാദിത്തം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പറഞ്ഞാൽ സകാത്ത് കൊടുക്കുന്നവരാണ്. സകാത്ത് കൊടുക്കുക. അല്ലേ, ഞാൻ മനസ്സിലാക്കിയ ഒരാളുണ്ട്, വലിയ കോടീശ്വരനാണ്. കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് സക്കാത്ത് കൊടുത്തില്ല. കട എത്ര ഉണ്ട്? 3-4 ലക്ഷം രൂപ ഉള്ളൂ. വരുമാനം എത്ര ഉണ്ട്? ഒരു മാസം 1.5 ലക്ഷം രൂപ. അല്ലേ, ഇങ്ങനെയുള്ള ചില ആളുകൾ മാസ വരുമാനം ലക്ഷങ്ങളാണ്, എന്നിട്ട് ഒരു വർഷം ഇങ്ങനെ 4 ലക്ഷം രൂപ കട ഉണ്ട്. ആ വർഷം കൃത്യമായിട്ട് കൊടുത്താൽ പോരെ എന്നാ. ആ സക്കാത്ത് എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാനുള്ള മുടന്തൻ ന്യായങ്ങളുമായി കടന്നു വരുന്ന ചില ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പള്ളിയുടെ ഉത്തരവാദിത്വം ചെറുതൊന്നല്ല സഹോദരങ്ങളെ, ചെറുതൊന്നല്ല. സ്വഹാബത്ത് പറയുന്നൊരു കാര്യമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാൻ സാധിക്കും.
നിങ്ങൾ നോക്ക്, നിങ്ങൾ ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീ വളരെ സ്ത്രീ കാര്യമാണ്, സ്ത്രീയുടെ കാര്യമാണ്. സഹാബത്ത് പറയാൻ അന്ന ഇമ്രഅത്തൻ കാനത്ത് തഖൂമുൽ മസ്ജിദ ഫഫഖദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅല അൻഹാ. ഒരിക്കൽ പള്ളിയിൽ വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന സ്ത്രീയോ അല്ലെങ്കിൽ ഇമ്രഅത്തൻ അല്ല മർഅ രണ്ടും പറയുന്നുണ്ട്, പുരുഷനാണോ സ്ത്രീയാണോ ഇതിരുന്നാലും. ആ സ്ത്രീയെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയിലെ ആളെ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ല. ചോദിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ എവിടെ? അപ്പോ സഹാബത്ത് പറഞ്ഞു മാത്ത, മരണപ്പെട്ടു പോയി പ്രവാചക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അഫലാ കുൻതും ആദൻതുമൂനി, എന്നെ അറിയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഒന്ന് അറിയിച്ചുകൂടായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ ഫകഅന്നമാ സഗറ അംറഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ചെറുതായിപ്പോയി. ചെറിയ സ്ത്രീകളെ കാര്യമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ചെറുതായിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദല്ലൂനി അലാ ഖബരിഹാ, ഖബറൊന്ന് കാണിച്ചേര്. ഫദല്ലു സ്വല്ല അലൈഹാ സുമ്മ ഖാമ ഇന്ന ഹാദിഹിൽ ഖുബൂർ മംലൂഅത്തുൻ ദുൽമതൻ അലാ അഹ്ലിഹാ ഫഇന്ന അല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലഹും ബിസ്സലാത്തി അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കൊണ്ട് പ്രവാചകൻ സഹാബത്തിനോട് പറയാൻ, ഇപ്പോ ആ ഖബർ നിറഞ്ഞിരിക്കുകയാണ്, പ്രകാശപൂരിതമാണ് ആ ഖബർ. എന്റെ ഈ നമസ്കാരം കൊണ്ട് ആ ഖബർ പൂരിതമാണ്, പ്രകാശപൂരിതമാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കിയേ, പള്ളിയിൽ ഒരു കറ എടുത്തു കളഞ്ഞ ഒരു സ്ത്രീയാണ്, അടിച്ചുവാരിയ സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഇത്രമേൽ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സഹാബത്തിനോട്. ചെറിയതായി കാണണ്ട. പള്ളി അലങ്കരിക്കുന്ന അല്ലെങ്കിൽ പള്ളി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ പുച്ഛം തോന്നണ്ട. അവരൊക്കെ നമ്മളെക്കാൾ ഖബറത്ത് നല്ല വെളിച്ചുള്ള ആൾക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹു തആല അവരുടെയൊക്കെ ഖബർ വിശാലമാക്കട്ടെ. നമുക്കും അത്തരത്തിൽ പള്ളിയോട് ആദരവുള്ള ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. സഹാബത്ത് അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന ആ കാര്യത്തിലൊക്കെ. പള്ളിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ചില ആളുകളുടെ വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ രണ്ടടിയാണ് കൊടുക്കാൻ തോന്നും, അല്ലെ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, ഉമർ റളിയല്ലാഹുവിന്റെ സദസ്സിൽ ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സന്ദർഭത്തിലാണ്. ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിൽ വെച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് ആരാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വ്യക്തമായി പറഞ്ഞതാണ്. നിങ്ങളുടെ സംസാരത്തെ ഒരിക്കലും അള്ളാഹിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിങ്ങൾ ഉയർത്തരുത്, നിങ്ങൾ ഉയർത്തി സംസാരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നീട് സ്വഹാബത്ത് ഈ ചർച്ചപ്പെടേണ്ട എന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു സംസാരം ഉണ്ടായി, ശബ്ദം ഉയർന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ എന്താണ്? പ്രവാചക, ഇനി മുതൽ ഞാൻ ഒരു രഹസ്യ സംഭാഷകനെ പോലെയായിരിക്കും താങ്കളോട് ഞാൻ സംസാരിക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറക്കെ സംസാരിക്കുന്നതായിട്ട് സ്വഹാബത്ത് കേട്ടിരുന്നില്ല എന്ന് പോലും സ്വഹാബത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാൻ. ആ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നബിയുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. രണ്ടാളുകൾ സംസാരം ഉണ്ടായി. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം മുജാഹിദ് റിവായത്ത് ചെയ്യുന്ന കാണാൻ സാധിക്കും. അവിടെ കുൻതു ഇല ഉമറിൻ, ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ നിൽക്കുമ്പോഴാണ്, ആ സന്ദർഭത്തിൽ ഞങ്ങൾ എല്ലാവരും നിൽക്കുമ്പോൾ സന്ദർഭത്തിലാണ് ഈ ഒരു വർത്തമാനം. രണ്ടാളുകൾ ഭയങ്കര സംസാരമായിരുന്നു. ആ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് അവരോട് ചോദിച്ചു അതദ്രിയാന ഐന അൻതുമാ മിൻ ഐന അൻതുമാ, എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയില്ല, നിങ്ങൾ എവിടെന്നാ വരുന്നേ? നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, നിങ്ങൾ എവിടെന്നാ വരണേ? അപ്പോ അവർ രണ്ടുപേരും പറഞ്ഞു മിൻ അഹ്ലി ത്വായിഫ്, ഞങ്ങൾ ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് വരികയാണ്. അവിടെന്നാ വരുന്നേ? ത്വായിഫിന്റെ ആൾക്കാരാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ ലൗ കുൻതുമാ മിൻ അഹ്ലിൽ മദീന ലൗജഅതുകുമാ ദർബ, നിങ്ങൾ അടിച്ചാ നിലത്തിട്ടേനെ. അങ്ങനെ പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അടിച്ചാ നിലത്തിട്ടേനെ നിങ്ങൾ ഈ മദീനക്കാരായിരുന്നുവെങ്കിലെന്ന്. എന്റെ കാരണം, പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചിട്ട് ഉറക്കെ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ ഈ മദീനക്കാരായിരുന്നെങ്കിൽ നല്ല ടേറ്റാനെ. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ പള്ളിയിലൊക്കെ എന്തോ ഒച്ചയും ബഹളമല്ലേ, ഒരാവശ്യമില്ലാതെ. ചില ആൾക്കാരൊക്കെ വർത്താനം കേട്ടുകഴിഞ്ഞാൽ ഇവിടെ സംസാരിച്ച് അവിടം വരെ ഉണ്ടാവും പള്ളി തന്നെ. നമ്മൾ ശ്രദ്ധിക്കണം, സഹാബത്ത് എപ്രകാരമാണോ ആ പള്ളിയെ ആദരിച്ചത് അതുപോലെ തന്നെ നമ്മളും ആദരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ സ്വഹാബത്തിനെ പിൻപറ്റുന്നവരായ സലഫികൾ എന്ന് പറയുന്ന നമ്മൾ എന്തർത്ഥത്തിലാണ് പറയണേ?
ഞാൻ സലഫിയാണെന്ന് പറയാൻ നമുക്ക് എന്തർത്ഥമുണ്ട്, അല്ലെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് ചിന്തിക്കണ്ടേ? എന്റെ സ്വഹാബത്ത് എങ്ങനെയാണ്? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയാണ്. അപ്പൊ ഞാനോ? ഞാൻ നേരെ കാഫിറാണ്. അല്ല, എന്താ കാരണം? കോലം കണ്ട കാഫിറാണ്. ആ രീതിയിലേക്ക് ചിന്തിക്കുമ്പോൾ പള്ളികളുടെ ആദരവ് കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് സ്വാലിഹ് ഫൗസാൻ റഹിമഹുല്ലാഹ് വിശദീകരിച്ചത്. അവർ പള്ളിയോട് ആദരവ് പുലർത്തുന്ന, പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകളായിരുന്നു. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യമോ, തിലാവത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് സ്വഹാബത്ത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ സ്വഹാബത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവരായിരുന്നു, അല്ലേ? സ്വഹാബത്ത് അത്തരത്തിൽ പ്രവാചകൻ ഖുർആനോട് എത്രമാത്രം ഗാംഭീര്യം കൊടുത്തോ, ഗൗരവം കൊടുത്തോ, സ്വഹാബത്ത് അത്രമേൽ ഖുർആനോട് ബന്ധം പുലർത്തി. ഖുർആൻ പഠിപ്പിക്കാൻ, അല്ലേ? ഏതേത് ജോലിക്ക് പോയാലും ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് എന്താണ്? നമുക്കൊരു ബാധ്യതയാണ്. അത് എനിക്ക് ഖുർആൻ പഠിപ്പിക്കാൻ പറ്റില്ല, പഠിപ്പിക്കുന്ന ആളുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അതൊരു നന്മയാണ്. അതും കൂടി ഒരു നന്മയാണ്. നമുക്ക് പല ജോലികളുണ്ടാവും, പക്ഷെ നമുക്ക് ഈ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയാൽ അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. സഹാബത്ത് അതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഉത്തമർ. ആ സ്വഹാബത്ത് എത്രമേൽ ഉത്തമരായിരുന്നു. നമ്മൾ എത്ര കണ്ട് ഖുർആനോട് ബന്ധം പുലർത്തുന്നുണ്ട്? നമ്മുടെ ദുആകൾ എങ്ങനെയാണ്? സുബഹിക്ക് ശേഷമുള്ള ദുആകൾ, നമസ്കാരത്തിന് ശേഷം ദുആകൾ, അത് കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ നിമിഷവും സുബഹിയുടെ നമസ്കാരത്തിന് ശേഷമുള്ള ദുആകൾ നമുക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അതിന് ഗൗരവം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്വഹാബത്ത് അത്രമേൽ ഗൗരവം കൊടുത്തവരായിരുന്നു. ഖുർആന്റെ പാരായണമാണെങ്കിലും, ഖുർആന്റെ ഓരോ ഖത്തം തീർക്കുന്നതാണെങ്കിലും, ഓരോ വചനങ്ങൾ വായിക്കുന്നതാണെങ്കിലും, ഒരു പേജെങ്കിലും ഒരു ദിവസം നമുക്ക് വായിക്കാൻ, അര പേജെങ്കിലും ഒരു ദിവസം നമുക്ക് വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആകണ്ട. നമ്മളെ രഹസ്യ ജീവിതത്തിൽ എപ്പോഴും ഖുർആനുമായി ബന്ധം നമുക്ക് പുലർത്താൻ സാധിച്ചാൽ അത് വലിയ വിജയമാണ് സഹോദരങ്ങളെ. സ്വഹാബത്ത് അത്രമേൽ ഖുർആൻ വായിച്ചുകൊണ്ട് മുന്നേറുന്നവരായിരുന്നു. അവർ മത്സരിക്കുമായിരുന്നു ഓരോ സാഹചര്യത്തിലും. നമ്മൾ മത്സരിക്കുന്നില്ല, ഖുർആന്റെ പഠനമില്ല. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ചവർപ്പായ രീതിയിൽ നമ്മൾ മാറുകയാണ്. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ ഖുർആൻ വായിക്കുന്നവർക്ക് നല്ല റീഹായിരിക്കുന്നതാണ്, നല്ല മണമായിരിക്കുന്നതാണ്. നമുക്കൊരു മണമില്ല, ചവർപ്പ് മാത്രമുള്ളൂ. അങ്ങനെയുള്ള ഗന്ധത്തിലേക്ക് നമ്മൾ മാറിപ്പോകരുത്. അള്ളാഹുവിന്റെ ഖുർആനോട് എപ്പോഴും അഹ്ലുള്ള, അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്ന ഖുർആൻ നമ്മൾ വായിക്കണം. സ്വഹാബത്ത് അത്രമേൽ ഗൗരവം കൊടുത്തവരായിരുന്നു. ഓരോ 10 ആയത്തുകൾ വരുമ്പോഴും ആ 10 ആയത്തുകൾ പഠിച്ചിട്ടായിരുന്നു സ്വഹാബത്ത് അടുത്ത 10 ആയത്തുകൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. അതിന്റെ ആശയവും ഗൗരവവും മനസ്സിലാക്കി തന്നെയാണ് അവർ ഓരോരുത്തരും മനസ്സിലാക്കിയിരുന്നത്. അത്രമേൽ ഗൗരവത്തോടെ ഖുർആൻ പഠനത്തിന് നാം ഗൗരവം നൽകേണ്ടതുണ്ട്. അഞ്ചാമതായി പറഞ്ഞൊരു കാര്യം, വൽ ജിഹാദു ഫീ സബീലില്ലാഹ്. സ്വഹാബത്തിന് മനസ്സിലാക്കേണ്ട എങ്ങനെയാണ്? സ്വഹാബത്ത് എങ്ങനെയാണ് ജിഹാദ് ചെയ്തത് എന്നുള്ളതാണ്. സ്വഹാബത്ത് എങ്ങനെയാണ് ജിഹാദ് ചെയ്തത് എന്നുള്ളതാണ്. ആ ജിഹാദിന്റെ ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തുകൾ അവർ ദഅവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി, ഓരോ മുക്കും മൂലകളും മനസ്സിലാക്കി അവർ ദഅവത്ത് ചെയ്തു, അല്ലെ? നമ്മുടെ കേരളത്തില് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും കൂട്ടരും ഇവിടെ വന്ന് പ്രബോധനം ചെയ്തതിന്റെ ആ ഒരു തലമുറയായി മനസ്സിലാക്കി നമ്മൾ സലഫുകളായി. ഇതെപ്പോഴാണ് മനസ്സിലാക്കിയത്? സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫതഹിന്റെ അന്ന് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ ഒരു വർത്തമാനമാണ്, ബല്ലിഗു അന്നി വലൗ ആയ. എന്റെ ആയത്ത് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. 1,00,000-ൽ പരം സ്വഹാബത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഖബറൊക്കെ എവിടെ? അവരുടെ ഖബറൊക്കെ മദീന മക്കയിലുണ്ടോ? ഇല്ല. 1,00,000-ൽ പോലും ഇല്ല. 10,000-ന് താഴെയാണ്. അത്തരം സ്വഹാബത്തിന് ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി. ഓരോരോ മേഖലകളിലായി ദഅവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ്. ഭാഷ അറിയണ്ട, അത് കൃത്യമായി മനസ്സിലാക്കി. നമ്മളിപ്പോ ഒന്നൊരു സ്ക്വാഡ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടിയാണ്, അല്ലെ? സ്വഹാബത്തിന് അങ്ങനെ ഒരു മടിയുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മടിയുണ്ടോ? നമ്മളൊരു സ്ക്വാഡ് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 50 പേർക്കുള്ള ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ചിലപ്പോൾ 20-25 പേരുണ്ടാവുള്ളൂ. സാധാരണ എപ്പോഴും വരുന്ന ആൾക്കാർ തന്നെ. കാരണം അവർക്ക് മനസ്സിലാക്കേണ്ട സ്വഹാബത്ത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ സലഫികളാണെന്ന് പറയുന്നവരല്ലെങ്കിലും, അല്ലെങ്കിൽ പറയുന്നവരാണെങ്കിലും എന്താണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് മനസ്സിലാക്കാത്തവരാണ്. എങ്ങനെയാണ് സ്വഹാബത്ത് അതിന്റെ ഗൗരവം മനസ്സിലാക്കിയത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
ദഅവത്തിന്റെ മേഖലകളിൽ സ്വഹാബത്ത് എങ്ങനെയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ്, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ്, ഇവരൊക്കെ എങ്ങനെയാണ് ദഅവത്തിന് വേണ്ടി പ്രബോധനം ചെലവഴിച്ചത്, ജീവിതം എങ്ങനെയാണ് പ്രബോധനത്തിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് എന്ന് ചിന്തിക്കുമ്പോ നമ്മൾ ഒന്നുമല്ല, വട്ടപൂജയാണ്. നമ്മളൊക്കെ വട്ടപൂജയാണ് അല്ലേ? പട്ടിണി കിടന്നുകൊണ്ട് സഹാബത്ത് യാത്രകൾ ചെയ്തുകൊണ്ട് ഓരോ മലമ്പാതകൾ താണ്ടിക്കൊണ്ടാണ് പ്രബോധനം ചെയ്തിരുന്നത്. ആ പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഓരോ പാലായനങ്ങൾ ചെയ്യുമ്പോൾ ദഅവത്ത് മറ്റുള്ളവരേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരുന്നു സഹാബത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ ഇങ്ങനെ ഇസ്ലാം വ്യാപിച്ചു തുടങ്ങി. ഇസ്ലാം വ്യാപിച്ചുകൊണ്ടിരുന്നു. എന്തുകൊണ്ടാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓരോ മേഖലകളിലേക്കും ഓരോ ആൾക്കാരെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിടുമായിരുന്നു എന്ന്. ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ ആളുകളെയും വിടുമായിരുന്നു എന്ന്. ദീൻ പ്രബോധനം ചെയ്യുന്ന ആളുകളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വഹാബത്തിനെ വിടുമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ദീനിനും ദുനിയാവിനും ഒരു ഉപകാരപ്പെടുന്ന നല്ലൊരു മക്കളാക്കാൻ നമുക്ക് സാധിച്ചിട്ട് നമ്മൾ മക്കളെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു സ്വപ്നം കണ്ട ഒരാളാണ്. പ്രബോധനം ചെയ്യുന്ന ഒരാളെ മക്കളുണ്ടാകണം എന്ന് സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വഹാബത്തിനെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ലൗ അന്ന ഹാദിഹി ദാര മംലൂഅതൻ ദഹബൻ അൻഫിഖുഹു ഫീ സബീലില്ലാഹ്, ഞാൻ ഈ കാണുന്ന ഈ ഗേഹം, ഈ ഭവനം നിറച്ച് ഒരുപാട് സമ്പത്ത് കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യണമെന്ന് ഓരോരുത്തരുമായി പറഞ്ഞു. നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഓരോരുത്തരും ഞാൻ ഈ സമ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊടുക്കണം എന്നുള്ള പറഞ്ഞു. ഒരാൾ പറഞ്ഞു എന്താണ്, ലൗ അന്നഹ മംലൂഅതൻ ലുഅ്ലുഅൻ വസബറജതൻ വജൗഹറൻ അൻഫിഖു ഫീ സബീലില്ലാഹ് വതസദ്ദഖ്തുഹും, ഞാൻ ഇതൊക്കെ സ്വതക്ക ചെയ്യും, ഞാനും ചെയ്യും എന്ന് ഓരോരുത്തരും പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹം പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹം പറയാൻ ഓരോരുത്തരോടും പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഒരു ആഗ്രഹം അബൂ ഉബൈദിനെ പോലെയുള്ള, അബൂ ഉബൈദ് ബിൻ ജറാഹിനെ പോലെയുള്ള, മുആദ് ബിൻ ജബലിനെ പോലെയുള്ള, വസാലിമിനെ പോലെയുള്ള ഒരുപാട് നല്ലവരായ, ഹുദൈഫിനെ പോലെയുള്ള നല്ലവരായ പ്രബോധകരുണ്ടാകണം, ദീനിനെ സഹായിക്കുന്നവരുണ്ടാകണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം എന്നാണ്. എന്റെ ആഗ്രഹം എന്താണ്? അബൂ ഉബൈദ് ബിൻ ജറാഹിനെ പോലെയുള്ള, മുആദ് ബിൻ ജബലിനെ പോലെയുള്ള, സാലിമിനെ പോലെയുള്ള, അബൂ ഹുദൈഫിനെ പോലെയുള്ള, ഹുദൈഫത്ത് ബിൻ യമാനിനെ പോലെയുള്ള ആളുകൾ, അള്ളാന്റെ കലാം എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ പോലെ ഒരുപാട് ആളുകൾ ഈ ഒരു ഭവനം നിറച്ചുണ്ടാകണം എന്നുള്ളതാണ്. ദഅവത്ത് ചെയ്യാൻ ആഗ്രഹം, ദഅവത്ത് ചെയ്യാനുള്ള ആഗ്രഹമാണ്. അത്രമേൽ നല്ലവരായ ആളുകൾ ഉണ്ടാകണം എന്നുള്ളത് എന്റെ ആഗ്രഹം എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ അവർ ജിഹാദിന് കൊടുത്ത പ്രാധാന്യം, ദഅവത്തിന് കൊടുത്ത പ്രാധാന്യം, ആ സ്വഹാബത്തിന് ദഅവത്തിന് കൃത്യമായി ഓരോന്നും പഠിക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു സദസ്സ്. ആ സദസ്സ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ദീനെ ദീനായി തന്നെ മനസ്സിലാക്കി ദഅവത്തിന്റെ മാർഗത്തിൽ പഠിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ദീനെ മനസ്സിലാക്കാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനുമുള്ള ഈമാനും ഇഖ്ലാസും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഉച്ചക്കാണ് ഈ ഉള്ളവന് കൃത്യമായ നിർദ്ദേശം നൽകിയത്. കുറച്ചു വാചകങ്ങൾ മാത്രമാണ് നിങ്ങൾ ഉണർത്തിയത്. ദീൻ പഠിക്കാൻ ഇനി ഓരോ അവസരങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഉണർത്താനുള്ളത്. ദീനിന്റെ വക്താക്കളായി ദഅവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോന്നും ഉൾക്കൊണ്ടുകൊണ്ട് ദീനിന്റെ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കി മുന്നേറണമെന്ന് ഉണർത്തുകയാണ്. 5 മിനിറ്റിനുള്ളിൽ അനസ് മൗലവി വരുമെന്നുള്ളതാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ഇത്തിബാഅുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളോട് പറയാം. ആരാധന സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ആരാധന അല്ലെ വളരെ ദൂരമാണ് അല്ലെ. ഇന്ന് നബിദിനം റാലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് മനസ്സിലാക്കേണ്ടത്? നബി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാചകം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, മൻ അമില അമലൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, എന്റെ കൽപ്പന ഇല്ലാത്തൊരു കർമ്മം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ആ കൽപ്പനയെ, ആ കർമ്മത്തെ എന്ത് ചെയ്യണം? നിങ്ങൾ തള്ളിക്കളയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്.
നമ്മൾ നോക്കിയേ, ഇന്നത്തെ ആളുകൾ DJ പരിപാടി, ലൈറ്റ്നിങ്, ഡാൻസ്, വഴിയോരങ്ങൾ തടസ്സപ്പെടുത്തുക, സ്ത്രീകൾ വഴിയോരങ്ങൾ ഇറങ്ങുക, എന്നിട്ട് തോന്നിയാസം കാണുക, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളൊക്കെ ഒന്നിച്ചിട്ട് ഡാൻസ് കളിക്കുക. ഇതൊക്കെ നബിയുടെ സ്നേഹമാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകം, ഹാദിൽ ഹദീസു മിമ്മ യൻബഗി അൻ യഅ്തനി ബിഹിഫ്ളിഹി വഇസ്തിമാലിഹി ഫീ ഇബ്താലിൽ മുൻകറാത്ത് വഇശാഅത്തിൽ ഇസ്തിദാലാത്തിൽ ബിഹി കദാലിക്. ഈ ഒരു ഹദീസ് ഓരോന്നും വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുന്നറിയോ, ഓരോ മുൻകറാത്തുകളും ഇത് നശിച്ചു പോകുന്നതാണ്, വെറുക്കപ്പെട്ട കാര്യങ്ങളാക്കി നശിച്ചു പോവുകയാണ്. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് വെറുക്കപ്പെട്ട കാര്യം നമുക്ക് ചെയ്തുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യമാണ്, അത് ദീനിലായി നമ്മൾ കൊണ്ടുവന്നാൽ അത് വെറുക്കണമെന്നുള്ളത് ഈ ഒരു ഹദീസ് ദലീലാണ്, തെളിവാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നബിയിൽ നിന്ന് വരുന്ന ഓരോ കൽപ്പനകളും നമുക്ക് ഖുർആനോട് ബന്ധമുണ്ടെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, അലാ ഇന്നി ഊതീതുൽ കിതാബ വമിസ്ലഹു വമഅഹു, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. മറ്റൊരു ഹദീസ്, ഇങ്ങനെ രണ്ട് ഹദീസുകൾ കാണാം. എന്താ പറഞ്ഞത്, എനിക്ക് ഖുർആൻ പോലെ മറ്റൊന്നും നൽകപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഹദീസാണ്. അപ്പോൾ ആ ഹദീസിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായ ഒരു ഇസ്ലാം ആകുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത പല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുമ്പോൾ നമ്മൾ എന്താ, അതൊരു പുണ്യാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ തൗബ ചെയ്യൂല. എന്നാൽ തൗബ ചെയ്യുന്ന ഒരു സാഹചര്യം എപ്പോഴുണ്ടാവണ്, അത് തിന്മയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആ തിന്മയാണെന്ന് മനസ്സിലാക്കി ഇതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് തൗബ ചെയ്യാൻ അത് മനസ്സിലാക്കാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ തൗബ ചെയ്യാൻ തോന്നുള്ളൂ. ഇല്ലെങ്കിലോ നമുക്ക് തൗബ ചെയ്യാൻ തോന്നുകയില്ല. നമ്മൾ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനെ പഠിക്കണം. ദീനെ കൃത്യമായി മനസ്സിലാക്കി ദഅവത്ത് എന്താണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ എന്താണെന്നും കൃത്യമായി പ്രവാചന മാതൃക എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കണം. അവിടെ ഇസ്ലാം പൂർണ്ണാണ്. കാരണം എന്തറിയോ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങളുടെ മതത്തെ ഇതാ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം ഇതാ നിങ്ങൾക്ക് പൂർണ്ണമാക്കിയിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, മതം എന്ന ഇസ്ലാമിനെ നിങ്ങൾക്ക് ഇതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഇസ്ലാം മതം പൂർണ്ണമാണ്. അത് അല്ലാഹു തആല അനുഗ്രഹിച്ച് നൽകുന്ന ഒരു കാര്യമാണ്. ആ മതത്തിൽ തന്നെ നമ്മൾ ഇന്ന് പുത്തനാചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ദീനിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളും പുത്തനാചാരങ്ങളായി കൊണ്ടുവരുന്നു, അല്ലെ? 2 വർഷം മുന്നേ ഞാൻ ഖുതുബ പറയുന്നത് പള്ളിയില്, അവിടെ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉസ്താദെ ഇങ്ങനെ ആമീൻ ചൊല്ലുമ്പോ ഇങ്ങനെ പിടിക്കണമെന്നുണ്ടോന്ന്, കൈ ഇങ്ങനെ നെഞ്ചത്തേക്ക്, സാധാരണ നമ്മൾ ഇങ്ങനെയല്ല പിടിക്കാറ്, ഇങ്ങനെ പിടിക്കേണ്ടതുണ്ടോന്ന്. അപ്പൊ എന്താ ചോദിച്ചു, എന്താ ഇങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം അവിടെ പള്ളിയിൽ തറപ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞു, ഇനി എല്ലാരും ആമീൻ പിടിക്കുമ്പോ താഴോട്ട് പിടിക്കണമെന്ന്. എന്താ കാരണം, അതൊരു സുജൂദായി കണക്കാക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, എന്താ ഓരോരുത്തർക്കും തോന്നിയ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദീൻ എന്താണെന്ന്, അല്ലെ? കൈ ഉയർത്തുന്ന സന്ദർഭങ്ങൾ 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു, 3 സന്ദർഭങ്ങളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. അത് ഇന്ന സാഹചര്യങ്ങളാണ്. ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ രാത്രി നമസ്കാരങ്ങളും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സന്ദർഭത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലേ, മഴയുടെ സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇതല്ലാത്ത സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി നമുക്ക് മാതൃകയില്ല. എന്നിരുന്നാലും ചെയ്യുന്നവർക്ക് മുൻഫറിയാൽ ചെയ്യാം, ഒറ്റക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഞാൻ ആദ്യമായിട്ട്, എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും തോന്നിയ പോലെ ഓരോ ഉസ്താക്കന്മാർ എന്തൊക്കെ പറഞ്ഞോ അതായിരിക്കും ദീന്, അല്ലേ? ഇപ്പൊ ഒരു പുതിയ ഉസ്താദ് എന്നിട്ട് എന്താ പറയുക, പുതിയ ഉസ്താദ് പഴയ ഉസ്താദ് എന്നെ പറയേണ്ടതാണ്, മദീന പള്ളിയിലെ ഹറമിലെ ആ സ്ഥാനത്തുള്ള പ്രവാചകന്റെ ഖബറിനം തുടച്ച പൊടി അത് കലക്കിയ സർബത്ത്, ഷെഹറെ മുബാറക്ക് ഇട്ട വെള്ളവും ഈ പൊടിയും കലക്കിയ വെള്ളം, ഇത് സമൂഹത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും ഇന്ന് അവർക്ക് എന്ത് ചെയ്യാ, അതൊരു വികസനമായി, കച്ചവടമായി. അതിലൊരാൾ കമന്റ്, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കമന്റ്, അയാൾ പറഞ്ഞതാണ്, ഒരു മുതൽ മുടക്കില്ലാത്തൊരു ബിസിനസ്സുമാനായിട്ടാണ് ഞാൻ ഇയാളെ കാണുന്നത്. ഞാൻ ഇയാളെ ചീത്ത പറയൂല. കാരണം ഒരു മുതൽ മുടക്ക് പോലും ഇല്ലാത്തൊരു വലിയ ബിസിനസ്മാനാണ്, കുറെ കാര്യം പഠിക്കാണ്ടെന്ന് പറഞ്ഞു. ചിരി വന്ന കമന്റ് വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഓരോ കാര്യങ്ങൾ ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അച്ഛമ്മ അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാം ദീന. ഇസ്ലാമെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നു എന്നാണ്. ഇത് ചില ആളുകൾക്ക് തൃപ്തിയില്ല ഇസ്ലാമിനോട്, അള്ളാന്റെ മതത്തോട് തൃപ്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതത്തെ തൃപ്തിയാക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ കാരണം പറയാൻ പറഞ്ഞാല്, ഇന്ന് ഒരു ബക്രീദ് വന്നാൽ അല്ലെങ്കിൽ ചെറിയ പെരുന്നാൾ വന്നാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന മുസ്ലിങ്ങൾ കൃത്യമായിട്ടുണ്ടാവും അല്ലെ. കുറച്ച് എന്തുണ്ടാവും, മുസ്ലിം അല്ലാത്ത ആളുകളുണ്ടാവും. ഇന്ന് ക്രിസ്ത്യാനികളുടെ ക്രിസ്മസോ ഓണാഘോഷമോ ഹിന്ദുക്കളോ വന്നു കഴിഞ്ഞാല് മുസ്ലിങ്ങൾ ഏതാണ് ഇതിലും തിരിച്ചറിയാൻ പറ്റുന്ന സാഹചര്യമാണ്. ഹിന്ദുക്കളെക്കാളും കൂടുതൽ ആഘോഷം ആർക്കപ്പ? മുസ്ലിങ്ങൾക്കാണ്. സ്റ്റാറ്റസ് ഇടാനുള്ള ആക്രാന്തം, ഫോട്ടോ എടുക്കാനുള്ള ആക്രാന്തം, പൂക്കളത്തിന് മുന്നിൽ പോയി എടുക്കാനുള്ള ആക്രാന്തം, സെറ്റ് സാരി എടുത്തിട്ട് അത് തികഞ്ഞില്ലെങ്കിൽ നല്ല സെറ്റ് സാരി ഏതെന്ന് പോയി അന്വേഷിച്ച് കണ്ടെത്തി വരുന്നൊരു ആക്രാന്തം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും അല്ലേ? നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് എന്താ കാണിച്ചത്? എന്താ അവർ കാണിച്ചു കുട്ടികളും ചിന്തിക്കേണ്ടതുണ്ട്. അത്തക്കളത്തിന്റെ മുന്നിലൊക്കെ പോയിട്ട് ഇസ്ലാം എനിക്ക് അല്ലല്ല മഹാബലിയും കൂടി ഉണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് സ്റ്റാറ്റസ് നമ്മളെ മക്കളിങ്ങനെ പറഞ്ഞു വിടുമ്പോ ഒന്ന് ചിന്തിക്കണമെന്നുണ്ട്. ഇസ്ലാമിനേക്ക് തൃപ്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഇത് 3 ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സുബഹിന്റെ അദ്കാറു സുബാഹിൽ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് തൃപ്തിപ്പെടാൻ, മതത്തെ ഇസ്ലാമാണ് എന്ന് തൃപ്തിപ്പെടാൻ, മുഹമ്മദ് നബിയാണ് എൻ്റെ പ്രവാചകൻ എന്ന് തൃപ്തിപ്പെടാൻ നാവ് കൊണ്ട് സാധിച്ചിട്ടുണ്ടാവും. അമലും ബിൽ ജവാരിഹ് എന്നൊരു സംഭവം കൂടി ഉണ്ടല്ലോ. കർമ്മം കൊണ്ട് ഫലിക്കുക, അത് നമുക്ക് സാധിച്ചിട്ടുണ്ടോ ചിന്തിക്കണമെന്നുണ്ട്. നാവ് കൊണ്ടൊക്കെ പറയാൻ പറ്റും. ഞാൻ മുസ്ലിമാണെന്ന് എല്ലാവർക്കും പറയും. വാന അവലൽ മുസ്ലിമീൻ എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അത് ചെയ്യുന്നവരാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ നമ്മൾ അമൽ ജവാരിഹ് കൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കാര്യങ്ങളും ഈ ഒരു ആയത്ത് സൂറത്ത് മാഇദയിലെ 3-ാമത്തെ വചനം, ആ വചനത്തില് ഒരു പ്രവൃത്തി 6 കാര്യങ്ങൾ മതത്തോട് യോജിച്ചല്ലാതെ ആ പ്രവൃത്തിയിൽ ഇത്തിബാ ഉണ്ടാകില്ല എന്ന 4 കാര്യങ്ങൾ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ 6 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സബബ് ഉണ്ടാകണം. മതം നിശ്ചയിക്കാത്ത ഒരു കാര്യം ആരാധന കർമ്മത്തിലേക്ക് ചേർത്തിയാൽ അത് ബിദ്അത്താണെന്നാണ്. ഒരു കാര്യം ഉണ്ടാകണം, ആ കാര്യം മതത്തോട് ബന്ധം ഉണ്ടാകണം. അപ്പോൾ ബിദ്അത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നബിദിനാഘോഷത്തിന് മതത്തോട് യാതൊരു ബന്ധമുണ്ടോ? അത് തെറ്റാണ്, അത് ബിദ്അത്താണ്, ഒഴിവാക്കണം. രണ്ടാമത്തെ കാര്യം വർഗം, ജിൻസ് ഉണ്ടാകണം. ഉദാഹരണം, ഒരു കുതിരയെ ഉദിയെ തറക്കാൻ പറ്റുമോ? പറ്റൂല. കുതിരയെ ഉദിയെ തറക്കാൻ പറ്റുമോ? പറ്റൂല. കോഴി ഇറക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോ രണ്ടാമത്തെ കാര്യം പറയുന്നത് ജിൻസിയത്തും വർഗമുണ്ട് ഒരു ഇത്തിബാഇല്. അള്ളാഹിന്റെ ഈ ഖുർആൻ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. പണ്ഡിതന്മാർ പറയാണ്, ഇബ്നു കസീർ പറഞ്ഞ 3-ാമത്തെ കാര്യം ഖദറാണ്, കണക്കുണ്ടാകണം എന്നാണ്. നമസ്കാരത്തിന് 5 വക്താണെങ്കിലും അസർ പറ്റുമോ നമുക്കത്? ഇല്ല. ഓരോത്തിനും അള്ളാഹു സുബ്ഹാനഹു ഒരു എന്താ പറയുക കൃത്യമായി പൂർത്തീകരണം നൽകിയിട്ടുണ്ട്. അത് ഓരോ മേഖലകളിലുണ്ടെന്നാണ്. അപ്പൊ ഖദറുണ്ട്. 4-മത്തെ ഒരു കൈഫിയത്ത്, രൂപക്രമമുണ്ട്. ഏതൊരു കർമ്മത്തിന്, നമസ്കാരത്തിന്റെ വുളൂഇന്റെ രൂപം, ചില ആൾക്കാർ നമസ്കരിക്കുന്ന കോലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നെട്ടും. ഇതേതാ നമസ്കാരം? അറിയാത്ത കോലത്തിലൊക്കെ നമസ്കാരങ്ങളാണ്. ഒരു മുടന്തൻ കാലും മറ്റേ കാലും ഇങ്ങനെ ചാഞ്ഞ് അങ്ങനെ ആടി 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 നിൽക്കുക. പല രീതിയിൽ പല കോലത്തിലാണ് ഇരുത്തങ്ങളൊക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. 5-മത്തെ കാര്യം സമാനും കൂടി അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് ഇസ്ലാം അത് പൂർത്തീകരിക്കും, സമാനും കൂടിയുണ്ട്. ഒരാള് റജബ് മാസത്തിൽ പോയിട്ട് ഉദയത്തെ അർത്ഥം കണ്ടാവും, അത് സ്വീകരിക്കപ്പെടൂല. ഞാൻ ഇപ്പോൾ വിഷയം കൺക്ലൂഷൻ ചെയ്യാനാണ്. നമ്മൾ പ്രധാനപ്പെട്ട നമ്മളെ പ്രഭാഷകൻ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും എൻ്റെ ഈ ഒരു സംസാരം ശ്രദ്ധിച്ചിരുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.